എൻ്റെ പേര് ബിജീഷ് കെ വി. ഇതെൻ്റെ വൈഫാണ്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് എന്നെ ഇവിടെ നിർത്താൻ സാക്ഷ്യം പറയാനും അനുവദിച്ച നമ്മുടെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും സ്വർഗത്തിനും ഞാൻ കണ്ണു നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞാൻ സാക്ഷ്യം പറയുകയാണ്. ഞാൻ ഒരു കാത്തലിക് വിശ്വാസത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിശ്വാസത്തിലായിരുന്നെങ്കിൽ പോലും പരിശുദ്ധ അമ്മയോടൊന്നും വലിയ വിശ്വാസമുള്ള ആളൊന്നും അല്ലായിരുന്നു. പ്രാർത്ഥനയിൽ പങ്കുചേരും, പള്ളിയിൽ പോകും, ഇങ്ങനെ ജീവിക്കും. ഡൽഹി, മഹാരാഷ്ട്ര പല സ്ഥലങ്ങളിൽ നേഴ്സായിട്ട് ജോലി ചെയ്തു. വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ പപ്പായും മമ്മിയൊക്കെ കുറച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിലുണ്ടായിരുന്നു. എന്തായാലും നേഴ്സിംഗിൽ ജോലി ഇങ്ങനെ കടന്നുപോയി. അവസാനം ഞാൻ വിദേശത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്ത് ഡൽഹിയിൽ നിന്നും നമ്മുടെ കോവിഡ് സമയം കഴിഞ്ഞു. ഡൽഹിയിൽ നിന്നും കോട്ടയത്ത് വന്നു. ഒരു ഹോസ്പിറ്റൽ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ വൈഫ് അന്നേരം കോഴിക്കോട് വിംസ് ഹോസ്പിറ്റൽ നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില വെല്ലുവിളികൾ തരുമ്പോഴാണ് നമ്മൾ ദൈവത്തെയും ഈശോയൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ് എൻ്റെ സാക്ഷ്യം. 22/10/2022 ഞാൻ ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രത്യക്ഷമായി വൻ തകർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നതെന്ന ഒരു സത്യമാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. ഒരു 1.5 മാസം മുമ്പ് ഞാൻ കോട്ടയത്ത് ഹോസ്പിറ്റൽ ICU സ്റ്റാഫായി വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നാവിൻ്റെ റൈറ്റ് പോർഷനിൽ ചെറിയൊരു വൈറ്റ് കളറിൽ നമുക്ക് വിറ്റാമിൻസ് കുറവൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു വെള്ളപ്പാടുണ്ടാകുകയും ഏകദേശം 1-2-3 മാസം അതിങ്ങനെ തുടർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭക്ഷണത്തിൽ നമ്മുടെ വിറ്റാമിൻസ് കുറവൊക്കെ ഞാൻ ബി കോംപ്ലക്സ് ഗുളികയൊക്കെ ഞാൻ തന്നെ മേടിച്ച് കഴിച്ചു, കുറവില്ല. അപ്പോൾ ഞാൻ ICU ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബിജീഷ് അത് വിറ്റാമിൻസിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞ് അവരും 1 ടാബ്ലറ്റ്സൊക്കെ കുറിച്ച് തന്നു. ഞാൻ അതും കഴിച്ചു. അത് കഴിച്ചിട്ടും എനിക്ക് അത് മാറിയില്ല, പൂർണ്ണമായിട്ടും മാറിയില്ല. അവരണം കൂടിക്കൂടി വന്നു. അപ്പോൾ വീട്ടിൽ ഇത് പറഞ്ഞപ്പോൾ വൈഫും അമ്മയും എല്ലാം പറഞ്ഞു, നീ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേഴ്സാണെങ്കിൽ പോലും ബയോപ്സി ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. എന്തായാലും ഡോക്ടർ ബയോപ്സി എടുത്തു. അവർ പറഞ്ഞു റിസൾട്ട് വരാൻ ഏകദേശം 3 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. ബയോപ്സി എടുത്തു. ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി, ഒന്നും ചിന്തിച്ചൊന്നുമില്ല. ഏകദേശം ഒരു 3 ആഴ്ച അവർ പറഞ്ഞ സമയമായി 3 ആഴ്ച കഴിഞ്ഞു. ഞാനും എൻ്റെ ചേട്ടൻ്റെ മോനും കൂടെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ വായിച്ചു നോക്കി, നേഴ്സാണല്ലോ, വായിച്ചു നോക്കിയപ്പോൾ എനിക്കെന്തോ എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, പേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നേഴ്സാണ്. ഞാൻ അവനെ വിളിച്ചു, എടാ ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് അവൻ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വാട്സപ്പ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്തോ സംതിങ് ആണ് തോന്നി. ഡോക്ടറെ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചു. അപ്പോൾ അന്നേരം ഞാനും ചേട്ടനും മോനും ഉണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു പേഷ്യൻ്റ് ആരാന്ന് ചോദിച്ചു. അപ്പം പേഷ്യൻ്റ് ഞാൻ ചോദിച്ചു എന്നാ സാറേ. അപ്പം കോട്ടയം മെഡിക്കൽ ഡോക്ടർമാർ രീതി അവർ പെട്ടെന്ന് തന്നെ മുഖത്തടിച്ചു. ഒരു വലിയ ഇതൊന്നും സെൻറ്റിമെൻറ്റ്സും ഇല്ലാതെ അവർ പറഞ്ഞു ഈ ആൾക്ക് നാവിൽ ക്യാൻസറാന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നാ പറഞ്ഞത്, എനിക്ക് തലയ്ക്ക് ആപ്പടെ വട്ട് പിടിക്കുന്നവരൊക്കെ തോന്നി, ആകെപ്പടെ തളർന്ന് വീഴുമെന്ന് പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ എന്നാ ചെയ്യുന്നത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ ഓൺകോളജി സെക്ഷൻ ഡോക്ടറെ കാണണം, അപ്പോൾ അവിടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടൻ മോനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ചേട്ടൻ മോൻ പറഞ്ഞു അപ്പോൾ അത് വിഷമിക്കുമൊന്നും വേണ്ട, എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് ഈശോയുണ്ട്, പ്രാർത്ഥിക്കാം, അപ്പോൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും റിസൾട്ടുമായിട്ട് അന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു. വൈഫ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. വൈഫിനോട് വിവരം പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു. അവിടെ നിന്ന് ഓൺകോളജി ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു അപ്പം നമുക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തതിനാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലായിരുന്നു. ആയതിനാൽ ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം അവർ പറഞ്ഞു തിരുവനന്തപുരം RCCയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരം RCCയിൽ ഞങ്ങൾ ചെന്നു. തിരുവനന്തപുരം RCCയിൽ ചെന്നു. റിപ്പോർട്ടെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു നാവിൽ ക്യാൻസറാണ്. അപ്പോൾ അതറിഞ്ഞു. അപ്പം ഞാനും വൈഫും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി വേണം, സർജറിക്ക് ശേഷം
വീണ്ടും ഒരു പാത്തോളജി റിപ്പോർട്ട് വിടും. ആ റിപ്പോർട്ടിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റേഡിയേഷൻ വേണോ കീമോ വേണോ എന്ന് ഡോക്ടർ തീരുമാനിക്കുള്ളൂ. സത്യം പറയാം, ആ ദിവസങ്ങളൊക്കെ കരഞ്ഞ് ജീവിതം അവസാനിച്ചു എന്നുള്ള സ്റ്റേജിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ. ഭാര്യയും വീട്ടിൽ ആകപ്പെടെ മൊത്തം തകർന്നു. എന്നെ അറിയാവുന്ന ഫ്രണ്ട്സും എൻ്റെ വീട്ടുകാരും എൻ്റെ റിലേറ്റീവ്സ് എല്ലാം ഭയങ്കരമായിട്ട് തകർന്നു. കാരണം ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഭീകരതയൊക്കെ നമുക്കറിയാം. ഞാനൊരു നേഴ്സാണെങ്കിൽ പോലും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു. ആരെ അഭിമുഖീകരിക്കാൻ വിമുഖത കാണിച്ചു, സംസാരിക്കാൻ ബുദ്ധിമുട്ടായി, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായി, രാത്രി ഉറക്കമില്ല. എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, നീ ഭയക്കണ്ട മോനെ, ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട, മാതാവും ഈശോയും കൂടെയുണ്ട്. അപ്പോൾ ഉടമ്പടിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്നുമില്ല. എന്നതായാലും 2022 ഒക്ടോബർ 10 ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം 17/10/2022 ഞങ്ങൾ അച്ഛനെ കാണുന്നു. അപ്പം ഈ അതിന് മുമ്പായിട്ട് 2 ആഴ്ച മുമ്പായിട്ട് കോട്ടയം RCC ചെന്നു. RCC ചെന്നതിന് സർജറി എല്ലാം കഴിഞ്ഞായിരുന്നു. സർജറി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സർജറി സമയത്ത് എൻ്റെ മൂക്കൊരു ട്യൂബൊക്കെ ഇട്ട് എന്നെ ഇൻറ്റുബേറ്റ് ചെയ്തിട്ടാണ് സർജറി ചെയ്തത്. സർജറി കഴിഞ്ഞു ഏകദേശം ഒരു 2-3 ആഴ്ച തിരുവനന്തപുരം RCC ഞങ്ങൾ സ്റ്റേ ചെയ്തു വിത്ത് റൈസ് ട്യൂബോട് കൂടി ഞാൻ വീട്ടിലെത്തി ഏകദേശം 1.5 മാസക്കാലം ഞാൻ റൈസ് ട്യൂബിൽ തന്നെയായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് രാവിലെയും വൈകുന്നേരവും എന്നും ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുന്നു. അപ്പോൾ എൻ്റെ ധാരണ ഏകദേശം ഈ മരണത്തോട് അടുത്തിരിക്കുകയാണ്, ക്യാൻസർ അല്ലേ, മരണത്തോട് അടുത്തിരിക്കുന്നു, ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ഫലമായിട്ട് ഞങ്ങൾ ഇന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും എല്ലാം ഞാൻ എൻ്റെ നെറ്റിയെ തുടർന്ന്, എൻ്റെ ഭാര്യ എൻ്റെ നെറ്റിയെ തുടർന്ന് പ്രാർത്ഥിക്കുകയും തേൻ എനിക്ക് റൈസ് ട്യൂബിൽ കൂടെ എനിക്ക് തേൻ തരികയും എന്നും പ്രാർത്ഥിക്കുകയും 3/4 മണിക്കൂർ ബൈബിൾ വായിക്കുകയും ഞാൻ ആ ദിവസങ്ങളിൽ അതുപോലെ കുമ്പസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തിന്മകൾക്കും, ഞാൻ ചെയ്ത എന്തെല്ലാം മോശമായ പ്രവർത്തനം, ഞാൻ ദൈവത്തിൻ്റെ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ദിവസങ്ങളിൽ ഞാൻ കണ്ണുനീരോടെ ഈശോയോടും കൃപാസന അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞാൻ വീടുകളിലും ഹോസ്പിറ്റലുമായി ഒരുപാട് കരഞ്ഞിരുന്നു പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു. എൻ്റെ അപ്പനും അമ്മ, എൻ്റെ ഭാര്യ, എല്ലാവരും എന്നെ അറിയുന്ന ഒരുപാട്, അതുപോലെ ഹോസ്പിറ്റലൊക്കെ എൻ്റെ സ്റ്റാഫുകളെല്ലാം എല്ലാവരും എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിലുപരി ഏറ്റവും സമയത്ത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ എന്നെ ആ ദിവസങ്ങളിൽ പിടിച്ചു നിർത്തത് വേറെ ആരുമല്ല, പരിശുദ്ധ കൃപാസന അമ്മ തന്നെയാണ്. അതിനൊരു മാറ്റവുമില്ല. എന്തായാലും എൻ്റെ സർജറി കഴിഞ്ഞു, എൻ്റെ റൈസ് ട്യൂബ് നീക്കം ചെയ്തു. ഡോക്ടർ പറഞ്ഞു 3 മാസം വേണം റൈസ് ട്യൂബ് കിടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഭാര്യ എനിക്ക് ഫുൾ സപ്പോർട്ടിന് കൂടെ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് എന്നും ഞങ്ങൾ കൃപാസനത്തിൽ പ്രേയറുകൾ പ്രാർത്ഥന ചെയ്ത് ബൈബിൾ വായിക്കുകയും നേർച്ച ദിവസത്തിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും ഫലം എന്ന് പറയട്ടെ, 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൈസ് ട്യൂബ് ഊരി എനിക്ക് നാവിൽ കൊള്ള ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഏകദേശം 2 മാസം കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അച്ഛനെ കാണാൻ വരാൻ ഞങ്ങൾ വരികയുണ്ടായത്. അച്ഛനെ കണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 17/2/2022 ഞങ്ങളുടെ വന്ന് വിവരങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അവർ കടത്തി വിട്ടു, ഇവിടെ വന്നു. അപ്പോൾ അന്ന് ഭയങ്കര തിരക്കിന് സമയമാണ്. എന്തായാലും ആ തിരക്കിനിടയിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൈലം പൂശി പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ പറഞ്ഞു, ബിജീഷേ നീ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ധൈര്യമായി. കാരണം സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ 100% ഉറപ്പിച്ചു, മാതാവ് എൻ്റെ കേസെടുത്തു, നീ സുഖപ്പെട്ടിട്ടുണ്ടോ, സൗഖ്യപ്പെട്ടിട്ടുണ്ടോ, ഞാൻ 100% വിശ്വസിച്ചു. കാരണം ആ ദിവസങ്ങളിൽ ഇവിടെ കാണുന്ന യൂട്യൂബിൽ കാണുന്ന പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും അതിനെ ആ രീതിയിലേക്ക് എന്നെ അടുപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും അച്ഛൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ തിരിച്ചു പോയി. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു തിരുവനന്തപുരം RCCയിൽ വീണ്ടും 30 റേഡിയേഷന് വേണ്ടി ഞാൻ വീണ്ടും അഡ്മിറ്റ് ആവുന്നു. ഏകദേശം 1.5 മാസക്കാലം റേഡിയേഷൻ. നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല, നമുക്ക് റേഡിയേഷൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ 10-12 ദിവസം 10-12 റേഡിയേഷൻ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം റേഡിയേഷൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. പക്ഷേ ആ ദിവസങ്ങളിലെല്ലാം ഇവിടുന്ന് മാതാവിൻ്റെ എണ്ണയും പ്രാർത്ഥനയും ആ തേനുമെല്ലാം പ്രാർത്ഥിക്കുകയും എന്നും രാവിലെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അതല്ല ആ റേഡിയേഷൻസ് ഉണ്ടായ സൈഡ് എഫക്ട്സ് എല്ലാം ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് മാറിപ്പോകാൻ സാധിച്ചു. അതുപോലെ ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു ദൈവവചനമെന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 മരുന്നോ ലേപനമല്ല നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത്, എൻ്റെ വചനമാണ്. പ്രിയമുള്ളവർ, ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നു, ക്യാൻസറോ എയ്ഡ്സോ ഏത് മാറാ രോഗം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമുക്ക് എത്ര വലിയ തകർച്ചയും ഉണ്ടായിക്കോട്ടെ, നമ്മൾക്ക് ആരുമില്ലെങ്കിൽ നമ്മളെ കൈപിടിച്ചുയർത്താനും നമുക്ക് പുതുജീവിതം തരാനും ഈശോ കർത്താവ് സക്രാരിയിൽ ഉണ്ടെന്നുള്ള കാര്യം, പരിശുദ്ധ അമ്മ നമുക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുതെന്നുള്ളതാണ് ഞാനൊരു യുവാവാണ്, ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്.
എന്തായാലും എൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു. എൻ്റെ 30 റേഡിയേഷൻ ആയിരുന്നു. 30 റേഡിയേഷൻ ആയപ്പോൾ എൻ്റെ നാവെല്ലാം പൊട്ടി, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര അസഹനീയമായ വേദന, ഉറങ്ങാൻ പറ്റത്തില്ല, മറ്റ് സൈഡ് എഫക്റ്റുകൾ. പക്ഷേ അപ്പോഴും ഞാൻ കൃപാസനം അമ്മയുടെ പ്രാർത്ഥന വെളുപ്പിന് 5:30 പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും എല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്തു. എന്തായാലും അത്ഭുതം എന്ന് പറയട്ടെ, 30 റേഡിയേഷൻ ഞാൻ കവർ ചെയ്തപ്പോൾ ഏകദേശം എന്താ പറയുക, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇറങ്ങിയപ്പോൾ മറ്റൊരു ലോകത്തിലേക്ക് വന്ന പ്രതീതിയാണ് ഉണ്ടായത്. എന്തായാലും വീട്ടിൽ വന്നു, പ്രാർത്ഥന മുടക്കിയില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ പാവങ്ങളെ സഹായിക്കാനും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സാമ്പത്തിക സഹായം ചെയ്യാനും, അതേപോലെ ഞാൻ ഇവിടെ വീണ്ടും ഞാൻ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഇനി ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം എല്ലാ മാസവും വന്ന് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ പത്രം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, അതായത് മാതാവിൻ്റെ ഈശോയുടെയും അറിയപ്പെടാത്ത വ്യക്തികളിൽ ഈ സംഭവങ്ങൾ മാതാവിനെപ്പറ്റി ഈശോയെപ്പറ്റിയും വ്യക്തമായ സാക്ഷ്യം ഞാൻ പറഞ്ഞു കൊള്ളാമെന്നും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഈശോയുടെ ദൃഢപ്രതിജ്ഞ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മെയിൻ കാർഡിയോളജി വാർഡ്, ഓൺകോളജി വാർഡ്, അതുപോലെ എമർജൻസി വാർഡുകളിൽ ആൾക്കാർ കലഞ്ഞിരിക്കുന്ന ഓരോ രോഗികളുടെ അടുത്ത് ചെന്ന് എല്ലാ മാസവും ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വ്യക്തമായ ചിത്രം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ സമയങ്ങളിൽ ചിലർ എന്നെ കളിയാക്കിയിട്ടുണ്ട്, കൃപാസനമാണോ, മാതാവാണോ, ഈശോയാണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അടച്ചു പൂട്ടിയേക്കാം. ഞാൻ അന്നേരം പറഞ്ഞു, ഹോസ്പിറ്റലിൽ അടച്ചു പൂട്ടേണ്ടി വരും. ഈ ലോകത്തിലെ ജനങ്ങൾ ഈശോയിൽ മാതാവിൽ വിശ്വാസം അർപ്പിച്ചാൽ ഈ ലോകത്തിലെ ആശുപത്രികൾ മുഴുവൻ അടച്ചുപൂട്ടൽ വരുമെന്ന് അവരോട് ഞാൻ ശക്തമായിട്ട് ഞാൻ വാദിച്ചു. എന്തായാലും ഇപ്പോഴും ഞാൻ എൻ്റെ സാക്ഷ്യവും ആ പത്രം കൊടുക്കുന്ന പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും സപ്പോർട്ട് എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ എല്ലാവരും. ഈ മാതാവ് ഞങ്ങളുടെ ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് അസുഖം വന്നു ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പലർക്കും അറിയത്തില്ല. എനിക്ക് ക്യാൻസർ വന്നവരും ആർക്കും അറിയത്തില്ല. കാരണം അത്രമാത്രം ഞാൻ റിക്കവറായി. അതിനുശേഷം ഞാൻ റിക്കവറായതിനു ശേഷം ഞാൻ നിന്ന് ഹോസ്പിറ്റലിൽ തിരികെ ജോലി പ്രവേശിച്ചു. എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്, ബിജീഷേ, നീ ക്യാൻസർ വരുന്നതിന് മുമ്പത്തെ ഇപ്പം നീ സ്മാർട്ടായെന്ന് എന്നോട് പറയുന്നത്. പരിശുദ്ധി അമ്മ അത്രമാത്രം എന്നെ ഉയർത്തി. ഞാനിപ്പോൾ ഞാൻ പുതിയതായിട്ട് ജോലിയിൽ കുറച്ച് സാലറി കൂടുതൽ ഞാൻ കോഴിക്കോട് സ്ഥലത്തേക്ക് ഞാൻ റീജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഓഗസ്റ്റ് 10-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ അടുത്താണ്. എല്ലാ മാസവും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവും, അവിടെ രോഗികളെ സന്ദർശിക്കും, അവർക്ക് പത്രം വിതരണം ചെയ്യും, എന്നെക്കൊണ്ട് ഞാൻ പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും, ഭക്ഷണം വിതരണം ചെയ്യാൻ പൊതിച്ചോറുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ക്ഷീണമുള്ളതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ പ്രാർത്ഥന മുടങ്ങാറുണ്ട്. എങ്കിൽ പോലും ബാക്കി ദിവസങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയും ബൈബിൾ വായനയും എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഇതെനിക്ക് ജീവിതത്തിൽ എന്നെ രക്ഷപ്പെടുത്താൻ, എൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ ദൈവം തന്ന ഒരു മാർഗ്ഗമായിരുന്നു ക്യാൻസർ എന്ന അസുഖം, എന്ന ഒരു ഡിസീസ് കണ്ടീഷൻ എന്ന് മാത്രം ഞാൻ കണക്കാക്കുന്നു. അതിനെന്നെ ഇവിടെ എന്നെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് പരിശുദ്ധ അമ്മ, കൃപാസനം നമ്മുടെ അമ്മ മാത്രമാണ്. ഈശോയുടെ വരദാനങ്ങൾ എനിക്ക് മേടിച്ചു തന്നത്. ഇപ്പോൾ എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടായാലും, പ്രിയമുള്ളവർ, അതൊക്കെ നമ്മുടെ ചിന്തകൾ മാത്രമാണ്. നമ്മളെ തേടിയിരിക്കുന്ന ഒരു അമ്മയുണ്ട്, മകനുണ്ട് സ്വർഗത്തിൽ, കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധ കൃപാസന അമ്മയും. ഈ അമ്മയുടെ മുമ്പിൽ നമ്മൾ വന്ന ഒരു വ്യക്തികളും ഇവിടുന്ന് പരാജിതരായി പോയിട്ടില്ലെന്നാണ് രണ്ടാമത്തെ സാക്ഷി നിങ്ങളോട് ഞാൻ പറയുന്നത്. എൻ്റെ വൈഫിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു. ഏകദേശം 2-3 മാസം കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയുടെ ഒരു റൈറ്റ് കാലിന് ഉപ്പുകുറ്റിക്ക് ഭയങ്കര വേദന തുടങ്ങി. അപ്പോൾ 2-3 മാസം അപ്പോൾ ഇവിടെ എൻ്റെ പുറകെയായിരുന്നു, ട്രീറ്റ്മെൻറ്റ് വേണ്ടി എത്തും, എൻ്റെ ഇവിടെയായിരുന്നു കൂടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടന്നുകൊണ്ട് കാലിന് ഉപ്പൂറ്റി വേദന ഞങ്ങൾ വിചാരിച്ചത്. 3-4 മാസമായി കാലിന് വേദന കുറവില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു, ചെക്കപ്പുകളെല്ലാം ചെയ്തു. അപ്പോൾ അവർ പറയുക കാലിൻ്റെ അസ്ഥി വളരുവാന്ന്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. അങ്ങേയറ്റം മാക്സിമം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കാലിൻ്റെ ബോൺ കട്ട് ചെയ്ത് കളയുന്നത് മാത്രമാണ്. അപ്പോൾ അവർ കാലളന്നു, പ്രത്യേകം ചെരുപ്പുകളൊക്കെ കാല് ഇടാൻ കൊടുത്തു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഒരു ലോഡ് മെഡിസിനും വൈഫിന് കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു, മോളെ നീ ഭയപ്പെടേണ്ട, അവൾക്കും അറിയാം, നമ്മൾ പേടിക്കേണ്ട, കൃപാസനത്തിൽ നമുക്ക് പോകാം, മാതാവുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞങ്ങളിവിടെ വന്നു, അച്ഛനെ കണ്ടു. ഇവിടെ എക്സ്റേയും പേപ്പറുകളെല്ലാം ഞങ്ങളവിടെ കാണിച്ചു, അവർ കടത്തി വിട്ടു. 2ാം പ്രാവശ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. അച്ഛനെ കണ്ടു, അച്ഛൻ ഇവിടെ വിളിച്ചു വരുത്തി, കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവൾ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് സാർ, അതായത് മെഡിക്കൽ കണ്ടുപിടുത്തങ്ങൾ അവർ പറഞ്ഞത് ഈ കാലിന് ഒന്നും ചെയ്യാനില്ല, സർജറിയേ ഉള്ളൂ, കാലിൻ്റെ അസ്ഥി കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഇത് പിന്നെ ഉണ്ടാകും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലടുത്ത്
പരിശുദ്ധ അമ്മ ശക്തിമായി ഇടപെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനെ കണ്ടു, തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞ വേർഡ്സ് ഇതാണ്: എൻ്റെ കാലിന് ഇപ്പോൾ കാല് മണ്ണിൽ കുത്താൻ പറ്റുന്നുണ്ട്, എൻ്റെ കാലിന് വേദന അനുഭവിക്കുന്നില്ലെന്ന്. ഏകദേശം ഇപ്പം ഒരു 5-8 മാസമായി അവൾ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. ആ പ്രത്യേക ചപ്പലൊക്കെ തന്നായിരുന്നു, അതൊക്കെ മാറ്റി. ഇപ്പോൾ അവൾക്ക് വേദന എന്ന കാലിന് ആ സംഭവം അവിടെ കാലിൽ നിന്ന് പൂർണ്ണമായി പരിശുദ്ധ കൃപാസനം അമ്മ സുഖപ്പെടുത്തി. ഈശോ തിരുക്കുമാരൻ അമ്മയോട് സുഖപ്പെടുത്തി എന്ന് തന്നെ അവളെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു. ഇപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. ആ അസുഖത്തിൽ നിന്ന് പരിശുദ്ധ പൂർണ്ണ സൗഖ്യം, രണ്ടാമത്തെ സൗഖ്യം. എനിക്ക് തോന്നുന്നു ഈ 2 സൗഖ്യങ്ങളും എനിക്ക് തോന്നുന്ന ലോകത്ത് ഒരു ശാസ്ത്രത്തിനും ചെയ്യാൻ പറ്റുന്ന സൗഖ്യമാണ് എനിക്കും എൻ്റെ വൈഫിനും കിട്ടിയത്. ഇനി 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീടിൻ്റെ പണി ആരംഭിച്ചായിരുന്നു. കുഞ്ഞൊരു വീടായിരുന്നു, വീടിൻ്റെ പണി ആരംഭിച്ചു. ഇതിനിടയ്ക്ക് അസുഖം വന്നു. പക്ഷേ വീടിൻ്റെ പണി എനിക്ക് വയ്യാത്തത് കൊണ്ട് വീടിൻ്റെ പണി അവിടെ മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞിരിക്കുക ഹോസ്പിറ്റലിൽ കയറി വീടിൻ്റെ പണി ബാക്കി ടൈലിടും പെയിൻറ്റിങ്ങൊക്കെ നടക്കണം. സാമ്പത്തികമായി ബുദ്ധിമുട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്കൊരു നിവൃത്തിയില്ല. പപ്പയാണ് പ്രായമായത്, അമ്മയും പ്രായമായത്, വേറെ വരുമാനങ്ങളൊന്നുമില്ല. ഞാൻ എന്തിരിക്കുന്നു, മാതാവിനോട് അഭ്യർത്ഥന വെച്ചു, മാതാവ് എൻ്റെ വീടിൻ്റെ കയറിത്താമസം നടത്തി തരണം, പാല് കാച്ചി നടത്തി തരണം. ഞാൻ എന്ത് ചെയ്തെന്നറിയോ? വൈകുന്നേരങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ വീടിൻ്റെ പണിയിൽ അവിടെ വീടിൻ്റെ ഭിത്തിയിൽ ചെന്ന് മാതാവിൻ്റെ തൈലം എടുത്ത് ഭിത്തിയിൽ ഇങ്ങനെ കുരിശ് വരച്ച് എന്നും ഞാൻ പ്രാർത്ഥിക്കും. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് എനിക്ക് സാമ്പത്തിക സഹായം കിട്ടി. എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ചു. വളരെ നല്ലൊരു ഭവനം ഈശോയും കൃപാസനം അമ്മ എനിക്ക് തന്നു. ഇങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം, എനിക്കൊന്ന് മനുഷ്യനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത സാക്ഷ്യങ്ങൾ തന്നെയാണ് കൃപാസനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഞാനിപ്പോൾ നിങ്ങളെല്ലാം ഒരുപാട് സാക്ഷികൾ കേട്ട ആൾക്കാരാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് രോഗാവസ്ഥയായിക്കോട്ടെ, മരണാവസ്ഥയായിക്കോട്ടെ, സാമ്പത്തിക തകർച്ച എന്തുമായിക്കോട്ടെ, നമുക്ക് 2 പേരും നമ്മളെ കാത്തിരിക്കുന്നത് ഈശോയും നമ്മുടെ പരിശുദ്ധ അമ്മയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അഭയകേന്ദ്രമായ കൃപാസനം ഇവിടെ നമ്മുടെ കേരളത്തിലുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിപ്പോൾ നമുക്കിനി ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം എനിക്ക് പറയാനുള്ളത്, ഞാൻ കാരണം 2 പേരെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ സാധിച്ചു. എൻ്റെ ചേട്ടനും വൈഫ് ഉടമ്പടി എടുത്തു. അതുപോലെ എൻ്റെ അങ്കിളുടെ മോളും ഹസ്ബൻഡും കഴിഞ്ഞ ഉടമ്പടി എടുത്തു. അവർ പ്രാർത്ഥനയിലാണ്. അവർ എന്തായാലും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുക തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മാറ്റവുമില്ല. കാരണം നമ്മളെ വിളിച്ചത് കർത്താവ്, വിശ്വസ്തനായ കർത്താവാണ്. ഒരു മാറ്റവുമില്ല. എന്തായാലും വേറെ എനിക്കൊന്നും ഇനിയിപ്പോൾ എനിക്ക് 2 ചെക്കും കൂടെ ഉണ്ട്. അച്ഛനിപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയാണോ അതോ നിങ്ങൾ സാക്ഷ്യം പറയാൻ എന്ത് രീതിയിലാണ് വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അല്ലച്ച, പൂർണ്ണമായി ഞാൻ ക്യാൻസറിൽ സൗഖ്യപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ ഇസ് നോട്ട് എ ഡെത്ത് ഡിസീസ് കണ്ടീഷൻ. സ്വർഗത്തിന് അസാധ്യമായിട്ട് ലോകത്തിൽ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്